ശരിക്കും പറഞ്ഞാൽ തന്നെയൊക്കെ ഈ വഴിക്ക് വരാൻ പേടിയാവും. ആ രീതിയിലുള്ള ഒരു സ്ഥലമാട്ടോ. ഇങ്ങനെ ഈ മരങ്ങളിടയോടെ ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. ദുഃഖ വെള്ളിയാഴ്ചയും നാൽപ്പം വെള്ളിയാഴ്ച ഒരുപാട് ആൾക്കാർ വരുന്ന കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള കുരിശുമലകളിൽ ഒന്നാട്ടോ നമ്മുടെ വാഗമൺ കുരിശുമല. നമ്മുടെ കുരിശുമല മഞ്ഞ് മൂടി കിടക്കുവാണേ. ഇവിടെയൊക്കെ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം. ഈ കാണുന്നത് തങ്ങളുപാറ, നേരെ കാണുന്നത് മുരുകൻ മല. അങ്ങനെ 3 മലയും ഒരുമിച്ചാണ്, ഏതാണ്ട് ഒരേ ലൈനിലാണ്. ഹായ്, ടിജോയാണേ. ഞാനിപ്പോൾ ഉള്ളത് വാഗമണിലാണ്. വാഗമൺ കൂട്ടിക്കൽ ഏന്ത്യാർ റൂട്ടിലാട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വഴി പണിതുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ പോയാൽ, ഈ കോൺക്രീറ്റിലൂടെ പോയാൽ നമുക്ക് കുരിശുമല ഭാഗത്തേക്ക് എത്തിച്ചേരാം. ആ പോകുന്ന വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വഴിയുടെ തുടക്കം നമുക്ക് കോൺക്രീറ്റ് കാണാം. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും വഴിയുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ദേ നമ്മൾ യാത്ര തുടരുകയാണ്. ചെറിയൊരു ജീപ്പ് റോഡാട്ടോ. വഴിയുടെ തുടക്കം തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വഴിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരാം. കാരണം ഈ വാഗമൺ കുരിശുമല തീർത്ഥാടന സമയത്ത് ഈ വഴിക്കാണ് ആളുകളെ വിട്ടുകൊണ്ടിരുന്നത്, വണ്ടികൾ വിട്ടുകൊണ്ടിരുന്നത് ഈ വഴിക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ കുരിശുമലയുടെ ആ ലോങ് വ്യൂ കാണാൻ സാധിക്കുമേ. നല്ല രീതിയിലൊരു മഴ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. മഞ്ഞൊക്കെ ഇറങ്ങി വരുന്നു, കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നു. ശരിക്കും ഇതൊരു കാട്ടുവഴി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഒരുപാട് മരങ്ങളും കാര്യങ്ങളും. ഇവിടെയൊക്കെ കേളാന്ന് പോലുള്ള മൃഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമേ. ചില സ്ഥലത്തൊക്കെ നമുക്കിങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതും ഓഫ് റോഡായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ എല്ലാം ഓഫ് റോഡ് രീതി കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഓഫ് റോഡ്, ചില സ്ഥലങ്ങളിൽ കോൺക്രീറ്റ്. അങ്ങനെയാണ് ഈ റോഡിന്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ തന്നെയൊക്കെ ഈ വഴിക്ക് വരാൻ പേടിയാവും. ആ രീതിയിലുള്ള ഒരു സ്ഥലമാട്ടോ. കാരണം ഇരു സൈഡുകളിലും ഒരുപാട് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതേ ഈ കാണുന്നത് കണ്ടോ, ഒരു ഓഫ് റോഡ് വഴിയാണേ. ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്ത് എൻ്റെ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഒരു എന്നാ പറയണ, ഒരു വൈൽഡ് ഫീലാണ്. അപ്പം തീർത്തും വന്യമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കുരിശുമലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു തോട് കാണാവേ. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണേ. അപ്പോൾ ഇത് നമ്മൾ കുരിശുമലയിൽ നിന്ന് തങ്ങളുപാറ വഴി പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. മഴക്കാലത്ത് ശക്തി പ്രാപിക്കുന്ന വെള്ളച്ചാട്ടം. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ കുളിക്കാൻ നല്ല സുഖമുള്ള പരിപാടി കേട്ടോ. അധികം ആഴമില്ലാത്തൊരു തോടാണ്. ഉണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കൂട്ടിക്കൽ പഞ്ചായത്ത് ആരംഭിക്കുന്നത് കേട്ടോ. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടേ. ഇങ്ങനെ ഈ മരങ്ങളിടയോടെ ഈ വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ തോട് മുറിച്ച് വേണം നമുക്ക് ഈ യാത്ര ചെയ്യാനേ. ഇതുണ്ടോ, അതാണ് തോടിന്റെ മനോഹരമായ കാഴ്ച. അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞ് ടാർ റോഡ് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്കാണ് നമുക്ക് ആശ്രമവും അതുപോലെ കുരിശുമലയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വീടുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ആ പഴയ ഒരു കാട്ടുവഴിയുടെ ഫീലൊക്കെ മാറിയിട്ട് ഒരു നാട്ടുവഴിയിലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുരിശുമല മഞ്ഞ് മൂടി കിടക്കുവാണേ. ഇവിടെയൊക്കെ നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാം. ഈ കാണുന്നത് തങ്ങളുപാറ, നേരെ കാണുന്നത് മുരുകൻ മല. അങ്ങനെ 3 മലയും ഒരുമിച്ചാണ്, ഏതാണ്ട് ഒരേ ലൈനിലാണ് കാണപ്പെടുന്നത്. തങ്ങളുപാറയുടെ ഒരു മനോഹരമായ കാഴ്ച, മഞ്ഞ് മൂടി കിടക്കുന്ന തങ്ങളുപാറയുടെ മനോഹരമായ കാഴ്ച നമുക്ക് ആസ്വദിക്കാം. ശരിക്കും ഈ സമയത്തൊക്കെ വാഗമൺ വരണം കേട്ടോ. ആ തണുപ്പും ആ മഞ്ഞൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ വാഗമൺ വരണം. ഇപ്പം ഇനി നമ്മൾ കയറ്റം കയറാൻ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഉടനെ തന്നെ കുരിശുമലയിൽ എത്തും. കുരിശുമലയിലെ പ്രവേശന കവാടത്തിലെത്തും കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കാൽനടയായിട്ട് വേണം നമുക്ക് കുരിശുമലയിലെത്താനായിട്ട്. അതേ നമ്മൾ കയറി വന്ന വഴിയായി കാണുന്നത്. ദുഃഖ വെള്ളിയാഴ്ചയും നാൽപ്പം വെള്ളിയാഴ്ച ഒരുപാട് ആൾക്കാർ വരുന്ന കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള കുരിശുമലകളിൽ ഒന്നാട്ടോ നമ്മുടെ വാഗമൺ കുരിശുമല. 1904 ഈ കുരിശുമല ഇവിടെ സ്ഥാപിച്ചത്.
അപ്പോൾ നമുക്ക് ഈ വഴിക്ക് കയറിപ്പോയാൽ നമുക്ക് കുരിശുമലയിൽ എത്തിച്ചേരാൻ സാധിക്കും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് കുരിശുമല വരാം. വൈകിട്ടത്തെ സമയം എന്ന് പറയുന്നത് 5 മണി വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വഴിക്കാണ് കുരിശുമലയിലേക്ക് കയറി പോകുന്നത്. ഇത് കുരിശുമലയിൽ സ്ഥാപിച്ചിരിക്കുന്ന മാതാവിൻ്റെ ഉണ്ണിയേശുവിൻ്റെ ഒരു രൂപമാണ്. തൊട്ട് അപ്പുറത്തായിട്ട് തോമാസ് ലീഹായുടെ ഒരു രൂപവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് നമുക്കൊരു മയിലിൻ്റെ സ്തൂപം സ്ഥാപിച്ചേക്കുന്ന കാഴ്ച കാണാം കേട്ടോ. ഈ മലയാണ് മുരുകൻ മല എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഗമൺ കുരിശുമലയുടെ തുടക്കത്തിൽ നിന്നുള്ള കാഴ്ചകൾ. അവിടുന്ന് നമ്മൾ കയറി ഇതേ കാണുന്ന സ്ഥലത്തോടെ ചെന്നിട്ടാണ് കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലെത്തുന്നത്. കുരിശുമലയുടെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന മുരുകൻ മല, ഈ വഴിക്കാണ് മുരുകൻ മലയ്ക്ക് കയറി പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുരിശുമലയുടെ തുടക്കപ്പാവൊക്കെ പിന്നിട്ട് നമ്മളങ്ങനെ മെയിൻ റോഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിനി കാണാൻ പോകുന്നത് കുരിശുമല ആശ്രമമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കാണാം. അതുപോലെ ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. ഉടനെ തന്നെ നമ്മൾ മെയിൻ റോഡിൽ ചെല്ലും. ഈരാറ്റുപേട്ട റോഡിലൂടെ നമ്മളോട് തന്നെ പ്രവേശിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന്, അതായത് കുരിശുമലയുടെ അവിടെ നിന്ന് പെട്ടെന്ന് തങ്ങൾപ്പാറ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ ഈ വഴി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയുള്ളൊക്കെ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഈ വാഗമൺ വന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന റിസോർട്ടുകളാണ്. അപ്പോൾ ഇത് ഈ കാണുന്ന വഴിക്കാണ് നമ്മൾ കുരിശുമല ആശ്രമത്തിലേക്ക് പോകുന്നത്. കുരിശുമല ആശ്രമം 100 വർഷത്തിന് അപ്പുറം ഒരു ചരിത്രമുള്ള ഒരു സ്ഥലമാണ്. കപ്പൂച്ചിനച്ചന്മാരെ ഇവിടെ പ്രാർത്ഥിക്കുകയും അതുപോലെ അവർക്ക് പശു ഫാമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ നോക്കി അടിപൊളിയായിട്ടുണ്ട് കാഴ്ച. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ കുരിശുമല ആശ്രമത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് കണ്ടോ. നമ്മൾ മെയിൻ റോഡിൽ ചെന്നിരിക്കുകയാണ്. ഈ വഴി നേരെ പോകുന്നത് വാഗമണ്ണ്, ഈ വഴി ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട ഭാഗത്തേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ തങ്ങൾപ്പാറ ഭാഗത്ത് നിന്ന് കുരിശുമലയ്ക്ക് വരുന്ന ഭാഗത്തെ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളും. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.